ആരാ വരുന്നത്? അധികം പരിചയമില്ലാത്ത ആളാന്നല്ലോ. ദേവി കൊച്ചിനെ അന്വേഷിച്ചാരെങ്കിലും വരുന്നതാണോ? അയ്യോ, ഇനി പോലീസും കാണാമെന്നോ? അയ്യോ, എടി കൊച്ചേ, എഴുന്നേറ്റേ, വാ വാ. എന്താ അമ്മച്ചി? ആരാ വരുന്നുണ്ട്? കൊല്ലാനാണോ വളർത്താനാണോ എന്ന് അറിയില്ല. വാ ഓടി വാ അമ്മച്ചി. അകത്ത് പോ. മോളകത്ത് തന്നെ ഇരുന്നോണം. വാതിലടച്ചോ. പുറത്തുനിന്ന് എന്തെങ്കിലും ശബ്ദം കേട്ടാലും വാതിൽ തുറക്കരുത്. ശരി അമ്മച്ചി. വാതിലടച്ച് കുറ്റിയിട്ടോ. എസ്തപ്പൻ ചേട്ടാ, ഇവിടെ ആരുമില്ലേ? ആരാ? ആ സാറ് അന്ന് ഞങ്ങളെ കാറ് കയറ്റി കൊണ്ടുപോയ സാറല്ലേ? ആ അതെ ചേട്ടത്തി, ഞാൻ എസ്തപ്പൻ ചേട്ടനെ ഒന്ന് കാണാൻ വേണ്ടി വന്നേ. എന്താ സാറേ, ആശുപത്രിയിൽ എന്തെങ്കിലും അന്വേഷണം വന്നോ? അതൊന്നുമല്ല, വേറൊരു കാര്യത്തിന്. എസ്തപ്പൻ പുറത്തു പോയിരിക്കുക, കുറച്ച് കഴിയും വരാൻ. ഒരു അത്യാവശ്യ കാര്യം, ഞാൻ കണ്ടിട്ടേ പോകുന്നുള്ളൂ. ഈ സാറാ മോളെ അപ്പച്ചനെ രക്ഷിച്ച് ആശുപത്രി കൊണ്ടുപോയത്. ഇത് മോളാ സാറേ. മോളുടെ പേരെന്താ? നിമ്മി. എസ്തപ്പൻ ചേട്ടന് ഒരു മോള് മാത്രമേ ഉള്ളൂ? അല്ല, 2 മക്കളാ. എനിക്കൊരു ചേച്ചി കൂടിയുണ്ട്. എന്തായാലും എസ്തപ്പാൻ വരാൻ വൈകും സാറേ. ഇപ്പോ എവിടെ ചെന്ന് കാണാൻ പറ്റും? അന്ന് എസ്തപ്പാനെ കാറി കയറ്റിയ വീടില്ലേ, അവിടെ എങ്ങനെ പോയതായിരിക്കും. ഞാൻ അവിടെ പോയിരുന്നു, കണ്ടില്ല. സാറിന്റെ ഫോൺ നമ്പർ തരണം, ഞാൻ വിളിക്കാൻ പറയാം. അയ്യോ, ഫോൺ എടുത്തില്ല. എന്നാ സാർ ആ വീട്ടിൽ കുറച്ചേരം ഇരിക്ക്, ഞാൻ അന്വേഷിച്ചിട്ട് പറഞ്ഞയക്കാം. കുടിക്കാൻ ഇത്തിരി വെള്ളം തരുമോ? ഞാൻ എടുത്തോണ്ട് വരാം. വാ മോളെ വാ. അപ്പച്ചനെ രക്ഷിച്ച ചേട്ടനല്ലേ? കേറിയിരിക്കെ, അപ്പച്ചൻ വന്ന് കണ്ടിട്ട് പോവാ. നീ വാ വാ ഇങ്ങോട്ട്. ചേച്ചി, വാതിൽ തുറന്നേ. ചേച്ചി, ആരാ വന്നേ? അന്ന് അപ്പച്ചനെ ആശുപത്രി കൊണ്ടുപോയ ചേട്ടനാ. ചേച്ചി വാ, ആ ചേട്ടനെ നമുക്ക് കാണാം. സാറേ പേടിക്കണ്ട, നല്ല ആളാ. ഞാൻ പറഞ്ഞു എനിക്കൊരു ചേച്ചി ഉണ്ടെന്ന്. മതി, ഞാനെന്നാ അവിടെ വെയിറ്റ് ചെയ്യാം. എസ്തപ്പൻ ചേട്ടൻ വരുമ്പോ പറഞ്ഞാ മതി. ശരി. വാ, പരിചയപ്പെടാം. വാ വാ ചേച്ചി. ആ ചേട്ടൻ പോയോ? കഷ്ടായി പോയി. ആ ചേട്ടൻ ഇവിടെ നിർത്താഞ്ഞ എന്താ? അപ്പച്ച എന്താ നിർബന്ധിക്കാഞ്ഞേ? എസ്തപ്പാൻ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന് വെച്ചാ
അത് മാത്രമല്ല ചേച്ചിയുള്ളതല്ലേ. മറ്റുള്ളവർ അതിനെ ആരായാലും ഇവളെ കാണാതിരിക്കുന്നതാ നല്ലത്. വലിയ കുഴപ്പക്കാരനൊന്നുമല്ല. അന്ന് എസ്തപ്പാനെ ആശുപത്രി കൊണ്ടുപോവാൻ കാർ കൊണ്ടുവന്ന ആളില്ലേ, ആ സാറാ. ആണോ? ആ, അയാളെന്തിനാ ഇങ്ങോട്ട് വന്നേ? എന്തോ കാര്യത്തിന് എസ്തപ്പാനെ കാണാനാ. മോളെ താമസിപ്പിച്ച വീടില്ലേ, അവിടെ വെച്ച് കാണാന്ന് പറഞ്ഞാ പോയത്. കണ്ടിട്ട് നല്ല മാന്യനായിട്ടാ എനിക്ക് തോന്നിയേ. ആ, അതാ ചേച്ചിയെ പരിചയപ്പെടുത്താന്ന് വിചാരിച്ചേ. ചേച്ചി വാ, നമുക്ക് അങ്ങോട്ട് പോവാം. വെറുതെ ഒന്ന് പരിചയപ്പെട്ടിരിക്കാലോ. വേണ്ട വേണ്ട, അതൊന്നും വേണ്ട. ആരാ എന്താന്നൊന്നും അറിയാതെ ആരെയും പരിചയപ്പെടുകയും വർത്തമാനം പറയൊന്നും വേണ്ട. പറഞ്ഞ കേട്ടല്ലോ. എസ്തപ്പാൻ എവിടാന്ന് ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. ഈ അപ്പച്ചിയുടെ ഒരു കാര്യം, നമുക്കേ അപ്പച്ചി അറിയാതെ എപ്പോഴെങ്കിലും പോവാം. ഏയ് വേണ്ട വേണ്ട, അമ്മച്ചി അറിയാതെ പോവണ്ട. ഇവനത് എവിടെ പോയി കിടക്ക? ആരടാ നീ? പറയടാ, നീ ആ കീരിവാസുവിന്റെ ആളല്ലേ? കീരിവാസു? ഏത് കീരിവാസു? പറയടാ, ആരാ നീ? സത്യം പറയടാ. ചേട്ടാ പിടി പിടി കേട്ടോ. വീടില്ലടാ. പറയടാ. ചേട്ടാ, എസ്തപ്പാൻ ചേട്ടാ. അയ്യോ അയ്യോ, വിട് വിട്. ഇതെന്റെ കൂട്ടുകാരനാ, വിട്ടേക്ക്. അയ്യോ, സാറല്ലേ? അന്നെ രക്ഷിച്ച? ആ അതെ, ആള് തന്നെ. ഓ, ഇതെന്റെ കൂട്ടുകാരനാ, മുരളി. അയ്യോ, ദേ ക്ഷമിക്കണം കേട്ടോ. പരിചയമില്ലാത്ത ആളെ കണ്ടപ്പോഴേ ഒന്ന് തെറ്റിദ്ധരിച്ചു പോയി. എന്നാലും വല്ലാത്തൊരു പിടിയായി പോയി. ആളറിയാതല്ലേ, പോട്ടെ. ആ ചേട്ടാ, ഒന്ന് വന്നേ. ആ എനിക്ക് എസ്തപ്പൻ ചേട്ടൻ്റെ ഒരു സഹായം വേണം. എന്താ സാറേ? ആ എനിക്ക് കുറച്ച് ദിവസം ഇവിടെ നിന്ന് താമസിക്കണം. ചിലപ്പോൾ 2 ദിവസമായിരിക്കും, അല്ലെങ്കിൽ 2 ആഴ്ച. 2 വർഷം വേണമെങ്കിൽ സാറ് താമസിച്ചു. താങ്ക് യു ചേട്ടാ. അല്ല, എന്തെങ്കിലും പ്രശ്നത്തിൽ ചെന്ന് പെട്ടിട്ടുണ്ടോ സാറേ? അതോ വേറെന്തെങ്കിലും സഹായം വേണോ? ഞാനെല്ലാം പതുക്കെ പതുക്കെ നിർത്തിക്കൊണ്ട് വരികയായിരുന്നു സാറേ. പക്ഷെ സാറിന് എന്ത് വേണമെങ്കിലും പറഞ്ഞാൽ മതി, ഞാൻ വേറെ ആളെ ഏർപ്പാടെയാം. അയ്യോ, അതൊന്നും വേണ്ട. കുടുംബപരമായ പ്രശ്നത്തിൽപ്പെട്ട് ഒന്നും മാറി നിൽക്കേണ്ടി വന്നു. കാര്യം ഞാൻ പിന്നീട് പറയാം. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. മുരളി ചിലപ്പോ ഇന്നോ നാളെ പോവും. സാറിന് വേണമെങ്കിൽ എന്റെ വീട്ടിലേ. അല്ല, അത് വേണ്ട വേണ്ട. അവിടെ മോൾക്കത്ര സുഖമില്ല. ഈ പരിചയമില്ലാത്ത ആൾക്കാരെ കാണുമ്പോ പേടിയാ. അയ്യോ, അതിന്റെ ആവശ്യമില്ല. ഞാൻ ഇവിടെ കഴിഞ്ഞോളാം. എങ്കിൽ സാർ ധൈര്യമായിട്ട് താമസിച്ചോ. ഞാൻ ഇപ്പൊ തന്നെ ഇവിടെ തൂത്ത് വൃത്തിയാക്കിയിടാം. എടാ, നീ പറഞ്ഞു കേട്ട പോലെ അല്ലല്ലോ ആള്. മുരളി വിളിക്ക്. മുരളി ഇവിടെ ഇല്ല സാറേ. എവിടെ പോയിരിക്കാ? അതറിയില്ല സർ. വെറുതെ കള്ളം പറയണ്ട. വസുന്ധര മാഡത്തിന്റെ സ്വഭാവം അറിയാലോ. അറിയാം സാറേ. പാവങ്ങളെ പിടിച്ചോണ്ട് പോയി ഉപദ്രവിക്കുന്നല്ലേ. മുരളി ഇവിടെ ഇല്ല. സാറിന് വിശ്വാസമില്ലെങ്കിൽ എന്നെ കൊണ്ടുപോയി നിങ്ങൾ എല്ലാവരും കൂടി തല്ലി ചതച്ചോ.
ആവശ്യം വന്നാലേ അതൊക്കെ ഉണ്ടാവും. നേരത്തെ കുട്ടി ഇങ്ങോട്ട് കയറി ഗോളടിക്കണ്ട. തല്ലേണ്ടി വന്ന തല്ലുക തന്നെ ചെയ്യും. മുരളിയുടെ ഫോണിലൊന്ന് വിളിക്ക്. പറഞ്ഞത് മനസ്സിലായില്ലേ? മുരളിയുടെ ഫോണിലേക്ക് വിളിക്കാൻ. മുരളേട്ടൻ ഫോൺ കൊണ്ടുപോയിട്ടില്ല. ഞങ്ങൾ വിളിക്കുമ്പോഴൊക്കെ റിംഗ് ഉണ്ടായിരുന്നല്ലോ. ഈ ഫോണിൽ നിന്ന് വിളിച്ചേ. അല്ലേ വേണ്ട, ഇങ്ങോട്ട് ഞാൻ വിളിക്കാം. ബുദ്ധിപൂർവം കരുക്കള് നീക്കല്ലേ? എന്താ മുരളി ഫോൺ കൊണ്ടുപോകാത്തെ? മുരളേട്ടനിപ്പോ അധികം അങ്ങനെ ഫോൺ ഉപയോഗിക്കാറില്ല സർ. ദേ പോലീസിനോട് സംസാരിക്കുന്ന അത് ഓർമ്മ വേണം. അത് ഓർമ്മിച്ച് തന്നെയാണ് പറയണത്. മുരളി ഫോൺ കൊണ്ടുപോകാറില്ല. അവൻ എങ്ങോട്ടാ പോയതെന്ന് അറിയാനും വയ്യ. വീട്ടിലൊരാളെ കാണാതായിട്ട് അതിന്റെ വിഷമമൊന്നും രണ്ടുപേരെ മുഖത്തും കാണാനില്ലല്ലോ. മുരളി വല്ല ഓട്ടം പോയതാവും. അവന്റെ ഓട്ടോ അല്ലേ ആ കിടക്കുന്നത്? പിന്നെങ്ങനെ അവൻ ഓടാൻ പോയതാ? അത് ഇടയ്ക്ക് കൂലിക്ക് ഓടിക്കാൻ പോറുണ്ട് സർ. പ്ലൈവുഡ് കമ്പനിയിലെ ജീപ്പ്. മുരളി ഇടയ്ക്ക് അങ്ങനെയാ മാറി നിൽക്കും സാറേ. എന്നാ ഇടയ്ക്കിടയ്ക്ക് ആക്കണ്ട. 10-14 വർഷം തുടർച്ചയായി മാറി നിൽക്കുന്ന രീതിയിൽ ഗവൺമെന്റ് വക സൗകര്യങ്ങൾ ചെയ്തു തരാം. അവനെ ഞങ്ങൾ അങ്ങ് പൊക്കിക്കോളാം. ഇനി അഥവാ പ്ലൈവുഡ് കമ്പനി നോട്ടം കഴിഞ്ഞ് മുരളിയേട്ടൻ തിരിച്ചു വന്നാ ഒന്ന് പറഞ്ഞേക്കണം. ഈശ്വര, നമ്മുടെ ജീവിതം ഇങ്ങനെ മാറി മറിഞ്ഞു പോയല്ലോ. ചേച്ചിക്ക് നന്ദേട്ടനെയും നന്ദേട്ടന് ചേച്ചിയും വലിയ ഇഷ്ടമാണല്ലേ? വലിയ ഇഷ്ടം മോളെ. ഞാനിപ്പോ ജീവിച്ചിരിക്കുന്നത് തന്നെ നന്ദുവിന് വേണ്ടിയിട്ടാ. ചേച്ചി, നന്ദേട്ടൻ ബീഡി വലിക്കോ? ഇല്ല. കള്ളു കുടിക്കോ? ഇല്ല. തല്ലുകൂടാനും വഴക്കുണ്ടാക്കാനും പോവോ? ഏയ് ഇല്ല. അപ്പോ നല്ല സന്തോഷവും സമാധാനവും ആയിരിക്കും ആ വീട്ടില്, അല്ലേ? എന്റെ അപ്പച്ചനെ പോലെ ആയിരുന്നെങ്കിൽ ഒട്ടും സമാധാനം ഉണ്ടാവില്ല. മോളുടെ അപ്പച്ചനിപ്പോ നല്ല ആളല്ലേ? ഇപ്പോ അപ്പച്ചനെ നിമ്മിമോക്ക് ഇഷ്ടമല്ലേ? ചേച്ചി, നന്ദേട്ടനെ കാണാൻ നല്ല സുന്ദരനാണല്ലേ? ചേച്ചി ഇപ്പൊ നന്ദേട്ടനെ ഓർക്കായിരുന്നല്ലേ? ഇപ്പഴും നല്ല മോളെ. എപ്പോഴും ഞാൻ നന്ദുവിനെ ഓർക്കുക. എന്നാലും ഞാൻ ചോദിച്ചതിന് ഉത്തരം പറഞ്ഞില്ല. നന്ദേട്ടൻ സുന്ദരനാണല്ലേ? ചേച്ചി നല്ല സുന്ദരിയല്ലേ? അപ്പൊ നന്ദേട്ടന് മോശമാവില്ല. ചേച്ചി, ഞാൻ ഒരു കാര്യം പറയാം. എന്താ മോളെ? ചേച്ചിയും നന്ദേട്ടനും വലിയ സ്നേഹത്തിലല്ലേ? അതുകൊണ്ട് ചേച്ചി നോക്കിക്കോ, ചേച്ചിയെ നന്ദേട്ടൻ ഇവിടെ വന്ന് കാണും. എങ്ങനെ? എന്റെ മനസ്സ് പറയുന്നതാ. നന്ദേട്ടൻ ചേച്ചിയെ ഇവിടെ വന്ന് കാണുമെന്ന്. കർത്താവായിട്ട് ചേച്ചിയുടെ മുന്നില് നന്ദേട്ടനെ കൊണ്ടുവരും. നോക്കിക്കോ. നിന്റെ നാവ് പൊന്നാവട്ടെ. ഞാനേ ഇപ്പൊ തന്നെ പോയി കർത്താവിന്റെ മുന്നില് ഒരു മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കാം.
സൗകര്യങ്ങളൊക്കെ വളരെ കുറവാ. സാറിന് ഇവിടെ താമസിക്കാൻ പറ്റുമോ? ആ ഒന്നും കുഴപ്പമില്ല. മറ്റെല്ലാത്തിന്നും വിട്ടു നിൽക്കുന്ന ആളാ. ഇതിലും നല്ലൊരു സ്ഥലം വേറെ ഉണ്ടാവുമോ? അപ്പോ ഭക്ഷണം കൃത്യമായി ഞാൻ വീട്ടിൽ നിന്ന് എത്തിച്ചേരാം. അത് എസ്തപ്പൻ ചേട്ടനൊരു ബുദ്ധിമുട്ടാവില്ലേ? എനിക്ക് വേണ്ടി സാർ ഒരുപാട് ബുദ്ധിമുട്ടിയില്ലേ? ഇത് തിരിച്ച് അത്രേ ഉള്ളൂ. എസ്തപ്പൻ ചേട്ടനോട് എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല. അത് നേരെ. ആദ്യം എന്റെ ഷർട്ടിനെ കുത്തിപ്പിടിച്ചപ്പോ എന്റെ മനസ്സിൽ തോന്നിയ ആ വിദ്വേഷം ഞാൻ തിരിച്ചെടുത്തിരിക്കുന്നു. അതിരിക്കട്ടെ, ഞാൻ സാറിന്റെ പേര് ചോദിക്കാൻ മറന്നുപോയി. സാറിന്റെ പേരെന്താ? കാർത്തികേയൻ. കാർത്തികേയൻ. ആ പേര് വേണ്ടായിരുന്നു. എന്താ എസ്തപ്പൻ ചേട്ടാ? ഏയ് ഒന്നുമില്ല. ആ എടാ ഗൗരിയാണല്ലോ. സാറൊന്ന് പുറത്തേക്ക് നിൽക്കേ, ഞാൻ ഇവിടേക്കൊന്ന് തൂക്കട്ടെ. ഹലോ ഗൗരി. ഇപ്പൊ വിളിക്കാലോ അല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല, കുഴപ്പമില്ല, പറഞ്ഞു. ഉദ്ദേശിച്ചു പോയ സ്ഥലത്തെത്തിയോ? പ്രശ്നമൊന്നുമില്ലല്ലോ? ഇല്ല, ഇവിടെ വളരെ സേഫാ. നന്ദൻ എവിടെ? നന്ദൻ ഇവിടെ ഉണ്ട്, വേറെ പ്രോബ്ലം ഒന്നുമില്ല. പിന്നെ മുരളേട്ടാ, ഒരു കാര്യം പറയാനുണ്ട്. ആ എന്താ? മുരളേട്ടനെ അന്വേഷിച്ചേ ഇവിടെ പോലീസ് വന്നിട്ടുണ്ടായിരുന്നു. പോലീസോ? ആ, അന്ന് വന്ന അതേ ആള് തന്നെ. അയാൾക്ക് എന്തൊക്കെയോ സംശയങ്ങളുണ്ട്. മുരളേട്ടന്റെ ഫോണിലേക്ക് എന്റെ ഫോണിൽ നിന്ന് വിളിച്ചു. ആ ഫോൺ എന്തായാലും കൊണ്ടുപോകാൻ തോന്നഞ്ഞത് ഭാഗ്യം. അയാളുടെ സംസാരം കേട്ടിട്ട് നിനക്കെന്താ തോന്നിയേ? ഞാനും അമ്മയും കള്ളം പറയുവാണെന്നൊരു തോന്നല് അയാൾക്ക് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞങ്ങളോടൊക്കെ ഒരു ദേഷ്യം ഉണ്ടായിരുന്നു. മുരളേട്ടനെതിരെ അന്വേഷണം കൂടുതൽ കർശനമാക്കുകയും ചെയ്യും. ഞാൻ നന്ദനോടൊന്ന് ചോദിക്കട്ടെ, നീ ഫോൺ വെച്ചോ. എന്താടാ? എന്നെ അന്വേഷിച്ച് വീട്ടിലെ പോലീസ് എന്നിരുന്നു. നീ ഇപ്പൊ ഇവിടെ നിൽക്കുന്ന കുഴപ്പമാവും. പെട്ടെന്ന് തിരികെ പോകുന്നത് നല്ലത്. ഇവിടെ എസ്തപ്പൻ ചേട്ടൻ ഉണ്ടല്ലോ, നീ മടങ്ങിക്കോ. എടാ, ഇനി ആലോചിക്കാനൊന്നുമില്ല, നീ വിട്ടോ. അല്ലേ, ഇറങ്ങിയാണോ? എസ്തപ്പൻ ചേട്ടാ, ഞാൻ ഇറങ്ങിയേക്കുവാ. ഇവനിവിടെ ഒരു കുഴപ്പമുണ്ടാവരുത്. ഏയ് ഒന്നുമില്ലെന്നേ, ഞാൻ നോക്കിയോളാം. എന്നാ ഞാൻ പോട്ടേടാ. ശരി. നന്ദൻ എവിടെ പോയി, എന്തിനു പോയി, അതെനിക്ക് വ്യക്തമായിട്ട് അറിഞ്ഞേ പറ്റൂ സിദ്ധു. സത്യം പറഞ്ഞ പ്രഭ, അവൻ എവിടെയാണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. കള്ളം, പച്ച കള്ളവാ സിദ്ധു പറയുന്നത്. നിനക്കറിയാം, ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ 3 പേരും ഒറ്റക്കെട്ട. ഞാൻ അറിയാതെ ഒരുപാട് സംഭവങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. അമ്മേ, അച്ഛൻ പറയുന്നത് സത്യവാ. അവൻ ദൂരെ എവിടെയാ ഉള്ളത്, അതല്ലാതെ കൂടുതലൊന്നും ഞങ്ങൾക്കറിയില്ല. അവനിപ്പോ മാറി നിൽക്കേണ്ടത് ആവശ്യമാണ് പ്രഭ. നിരപരാധിയായ നമ്മുടെ മോനെ കൊലയാളിയായി ജയിലിൽ തള്ളുക, അതാ ബലരാമന്റെ ഉദ്ദേശം. യഥാർത്ഥ കുറ്റവാളിയെ പിടികൂടുന്നതുവരെ നന്ദ മാറിയെന്നേ പറ്റൂ. അതൊക്കെ ശരി. സിദ്ധു എങ്ങോട്ടാ അവനെ മാറ്റിയത്, അത് പറയും. അതല്ലേ ഇത്ര നേരം പറഞ്ഞത്? എനിക്കറിയില്ല, അറിയില്ല, അറിയില്ല. അതുമല്ല, നമ്മളത് അറിയാതിരിക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ പോലീസ് സംശയിച്ച് നമ്മളെ ചോദ്യം ചെയ്ത അവനുള്ള സ്ഥലം നമ്മൾ അറിയാതെ പറഞ്ഞു പോവും. എനിക്കൊന്നും പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. വിശ്വസിക്കാൻ പറ്റുന്നില്ലെങ്കിൽ വിശ്വസിക്കണ്ട, അല്ലാതെ ഞാനെന്ത് പറയാൻ? സിദ്ധു എന്നെ അങ്ങനെ വിരട്ടി അകറ്റാനൊന്നും നോക്കണ്ട. ഞാൻ ചോദിച്ചോട്ടെ, ദേവികയെ ഒളിപ്പിച്ചു നിർത്തിയിരിക്കുന്ന സ്ഥലത്തേക്കല്ലേ നന്ദനെ പറഞ്ഞയച്ചിരിക്കുന്നത്? അതെ, അവിടെ തന്നെയാ നന്ദനുള്ളത്. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.